Next we shall study about the conductors and insulators. Do you know what is the meaning of conductors and insulators? അത് കൊണ്ടുപോകുന്നതും കറണ്ട് സ്വീകരിക്കത്തെയും കറണ്ട് സ്വീകരിക്കുന്നതും. Yes, means current. നമുക്കറിയാം നമ്മൾ ചുറ്റും കാണുന്നില്ല എല്ലാ മെറ്റലിൽ കൂടെയും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളിൽ കൂടെയും കറണ്ട് പാസ് ചെയ്യത്തില്ല. Usually നമുക്കറിയാം when a person gets shocked, how we will give treatment for him or how we will try to save him. Will we directly hold his hand or body parts and to try to save from that? അത് നമ്മള് ഇൻസുലേറ്റർ, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യാത്തവ മെറ്റീരിയൽ പിടിച്ചിട്ട് ഇതിനെ തട്ടണം. കറണ്ട് കമ്പി പിടിച്ചിരിക്കാന്ന് വിചാരിച്ചോ, കയ്യില് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഒറ്റ. യെസ്. അപ്പൊ നമ്മള് സാധാരണ പെട്ടെന്ന് നമുക്കറിയാം നമ്മൾ ഷോക്ക് അടിച്ച ഒരാളെ പോയി തൊടാൻ പാടില്ല. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ കയ്യിലോ കാലയിലോ പിടിച്ച് വലിച്ചല്ല അവരെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താ ചെയ്യുന്നത് നമ്മള് അറിയോ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ വെപ്രാളത്തിൽ പോയിട്ട് അവരുടെ കയ്യെ പിടിച്ച് വലിക്കും അല്ലെ ചിലവ്. പിന്നെ ചിലവർ പ്രാക്ടിക്കലി പെട്ടെന്ന് ചിന്തിക്കാനൊക്കെ ഒരു ഇത് ബന്ധപ്പെട്ടത് അങ്ങനെയൊക്കെ ഉള്ളവർ ചിലവർ ചെയ്യും, പോയിട്ട് ഒരു ഇരുമ്പ് കമ്പി എടുത്തോണ്ട് വന്നിട്ട് ശരിക്കും അടിച്ചിട്ട് അവരുടെ പിടുത്തം മറ്റേ ആ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന വസ്തുവിൽ നിന്ന് വിടുവിച്ചിട്ട് അവരെ സേവ് ചെയ്യാൻ നോക്കും അല്ലെ. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോ ഒരു കറണ്ടിന്റെ ഷോക്ക് അടിക്കുന്ന ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും കൊണ്ട് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. ചില വസ്തുക്കൾക്ക് തൊട്ടാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുകയും ചെയ്യും അല്ലെ. ഓക്കെ, അപ്പം കറണ്ട് പാസ് ചെയ്യുന്ന വസ്തുക്കളെ ഉണ്ട്, കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. In the last section, you read that when you broke the metal wire connecting the cell to the bulb stopped glowing. What does this show? This shows that electric current can flow through metal wires but not through air. Yes. ഇപ്പൊ ഒരു വയർ അവിടെ പൊട്ടിക്കിടക്കുക, നിങ്ങൾ മഴക്കാലത്തൊക്കെയാണ് കാറ്റും മഴയൊക്കെ വന്നിട്ട് ഇലക്ട്രിക് വയർ പൊട്ടിക്കിടന്ന ഇലക്ട്രിക് വയറിലൂടെ ഷോക്ക് അടിച്ചു മരിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അതവിടെ കിടന്നപ്പോ ആരും മരിച്ചില്ല, പക്ഷെ അതിനെ അറിയാതെ നമ്മൾ ടച്ച് ചെയ്ത് പോയി, മുട്ടി തട്ടി അങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഷോക്ക് അടിക്കുന്നത്. സോ ഇലക്ട്രിസിറ്റി ഓർ കറണ്ട് വിൽ നോട്ട് പാസ് ടു ദ എയറിലൂടെ, അതായത് പൊട്ടിക്കിടന്നു പറഞ്ഞ് നമുക്ക് ഷോക്ക് അടിക്കത്തൊന്നുമില്ല. If we come in contact with those things only, we will get shock. Means directly, even if we don't touch, if any iron piece or copper piece and all has been touched, and if we touch that copper piece or iron piece and all, we will get shock. നമ്മളിപ്പോ ഒരു കറണ്ട് കമ്പി പൊട്ടിക്കിടന്നു പറഞ്ഞ് നമുക്ക് അന്തരീക്ഷത്തിലൂടെ കറണ്ട് പാസ് ചെയ്ത് നമുക്ക് ഷോക്ക് കിട്ടത്തില്ല. പകരം എന്താണ്, നമ്മൾ അറിയാതെ ആ വയറിന് തൊടുകയോ അല്ലെങ്കിൽ ആ വയറുമായിട്ട് കോണ്ടാക്ട് ഉള്ള കറണ്ട് പാസ് ചെയ്യുന്ന ഏതെങ്കിലും വസ്തു അതിൽ ടച്ച് ചെയ്തിട്ട് അത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് നമുക്ക് ഷോക്ക് അടിക്കും. യൂഷ്വലി നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഇലക്ട്രിക് അയൺ ബോക്സ്, പിന്നെന്താ പറയേണ്ടത് മിക്സിയില്, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കാറുണ്ട്. എസ്പെഷ്യലി അയൺ ബോക്സിന്റെ വയറിൽ നിന്ന് ഷോക്ക് അടിക്കാറുണ്ട്. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മൾ അയൺ ബോക്സിന്റെ വയർ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ അതിന്റെ ഉള്ളിലാണ് കോപ്പർ വയറൊക്കെ ഉള്ളത് അല്ലെ. ആ വയറിന് എവിടെയെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും വന്നു കഴിയുമ്പോൾ ആ ഭാഗത്ത് മാത്രം ഷോക്ക് ഉണ്ടാകും. നമ്മൾ അറിയാതെ ഇങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് ഈ വയർ ടച്ചസ് അവർ ബോഡി, വി മേ ഗെറ്റ് ഷോക്ക്. ഈവൻ ഇഫ് വി സ്വിച്ച് ഓൺ ദാറ്റ് ഫോർ ഹാഫ് ആൻ അവർ 1 hour, we will not get shock unless we touch that wire. It won't spread through the air. Do you understand that? ആ അയൺ ബോക്സ് അവിടെ ഓൺ ചെയ്ത് എത്ര സമയം നമ്മൾ വെച്ചാലും നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ അയൺ ബോക്സിന്റെ ഷോർട്ട് ആയിട്ടുള്ള, അതായത് തട്ട് വന്ന എവിടെയും വയർ ഷോർട്ട് പുറത്തോട്ട് തള്ളി മീൻസ് പൊട്ടിയിട്ടുള്ള ഭാഗം എവിടെയാണോ അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഷോക്ക് അടിക്കുകയുള്ളൂ അല്ലെ. ഓക്കെ, we say the metal is a conductor of electric current, whereas air is a non-conductor or an insulator. So, if a metal wheels or if a metal passes the electricity through it, it is known as a conductor. And if any metal or anything which does not pass the electricity through it is
known as the insulator or non-conductor. Conductor എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ? ചാലകമോ അങ്ങനെ എങ്ങനെ പറയുന്നത്? തമ്മിൽ ബന്ധിപ്പിക്കുന്ന അങ്ങനെ ആ രീതിയിൽ കണ്ടക്ട് ചെയ്യുക. അപ്പൊ കണ്ടക്ടർ എന്ന് പറഞ്ഞാല് ഇവിടെ അർത്ഥം കറണ്ട് കടത്തി വിടാൻ, കറണ്ട് പാസ് ചെയ്യാൻ സമ്മതിക്കുന്ന, കറണ്ട് കടത്തി വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അയൺ പീസ്, കോപ്പർ പീസ്, ഇങ്ങനെയുള്ളത് ഏതിലൂടെയൊക്കെ കറണ്ട് കടന്നു പോകുമോ അതിനെ ഇപ്പൊ നമ്മൾ പറയാം പച്ചക്കമ്പ്. ഒരു പച്ചക്കമ്പ് കൊണ്ട് നമ്മൾ കറണ്ട് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും അല്ലെ? കാരണം അതിലൊരു ജലാംശം ഉണ്ട്. ആ ജലാംശം വെള്ളത്തിലൂടെ കറണ്ട് കടത്തി വിടും. വാട്ട് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് electricity? So if electric current passes through any material, it is known as a conductor. And if electric current does not pass through any material, that is known as a insulator or non-conductor. Did you understand that? Usually, if you have iron box like this, which is having broken pieces, iron pieces, wires, if it is broken, we know that we will get shock. Okay, so what you will do? What we will do in such cases? If an iron box of your house has a short wire there, means if you touch that here and there, you may get shock. Then what you will usually do? ഷോക്ക് അടിച്ചതാണോ? ഷോക്ക് അടിക്കുന്ന വയറുള്ള ഒരു അയൺ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. മനസ്സിലായി? എവിടെയെങ്കിലും ചെറിയ ഷോട്ട് നമുക്കറിയാം. അയൺ ബോക്സ് സ്വിച്ച് ഓൺ ഇറ്റ് സ്റ്റാർട്ട് ടു ഹീറ്റ്. സോ നമ്മളിങ്ങനെ അയൺ ചെയ്യുന്നതിനിടയ്ക്കെല്ലാം വയറിലൊക്കെ ചൂടുള്ള അയൺ ബോക്സ് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗ്രാജുവലി ക്രമേണ എന്ത് സംഭവിക്കും? അവിടെയൊക്കെ ചിലപ്പം ഈ വയറല്ലാതെ ഉരുക്കി ഒക്കെ ആയിട്ട് നമുക്കറിയാം ഷോർട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് പഴകിയതൊക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെ ഷോർട്ട് ഉള്ള അത് വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്. ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമുക്ക് ഷോർട്ട് അടിക്കുന്ന ഭാഗം, അതായത് ഷോക്ക് കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, വയർ ചെറുതായിട്ടെങ്കിലും കട്ടായിട്ടുള്ള അങ്ങനെയൊക്കെ അല്ലേ, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് റാപ്പ് ചെയ്തു കെട്ടി വെക്കും. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ തടയുക. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് കടത്തി വിടാത്ത വസ്തുവാണത്. നമുക്ക് ആ വയർ പിന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിൽ ഷോർട്ടുള്ള ഭാഗം മാത്രം. പിന്നെ മൊത്തം വയറിനൊക്കെ അവിടെ ഇവിടെ മൊത്തം ഒരുപാട് സ്ഥലത്ത് ഷോർട്ട് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ബെറ്റർ ടു റിമൂവ് ഓർ ചേഞ്ച് ദ വയർ ഫ്രം ദാറ്റ് ഫ്രം ദ അയൺ ബോക്സ് ആൻഡ് ടു ഫിറ്റ് എ ന്യൂ വയർ ഫോർ ദാറ്റ്. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊക്കെയുള്ള നമ്മൾ ഇൻസുലേഷൻ വെച്ചൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചോളും. കുറെ സ്ഥലങ്ങളിലുണ്ട് ബെറ്റർ നമ്മൾ എന്ത് ചെയ്യുക? ആ വയർ മൊത്തം മാറ്റി പുതിയൊരു വയർ വെക്കുക എന്നുള്ളതാണ് അല്ലെ? So did you understand what is conductor and non-conductor? Yes, conductor means conductor of electric current എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് കടത്തി വിടുന്ന വസ്തുക്കള്. നമുക്കറിയാം ഉണക്കക്കൊള്ളി, ഒരു ഡ്രൈ വുഡ് വിൽ നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദാറ്റ്. അതൊരു കറണ്ട് കടത്തി വിടുന്ന വസ്തുവല്ല. ബട്ട് റോ wood will pass the electricity through it. So it is a conductor. And we know that വാട്ടറിൽ നിന്നാണ് വെള്ളം ഉണ്ടാക്കുന്നത്. പക്ഷെ വെള്ളത്തിലൂടെ പെട്ടെന്ന് കറണ്ട് കടന്നു പോകും. പരിസരത്തോട്ട് പോകുമ്പോഴേ ചാടിപ്പിടിക്കും, ലൈക്ക് മാഗ്നറ്റ്. പെട്ടെന്ന് തന്നെ നമുക്കറിയാം, നമ്മുടെ കൈയൊക്കെ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ചുറ്റിക്കിടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. Both conductors and insulators are important in using electricity. Whenever we want to make a circuit to use electric current in some way, or for example, to light a bulb, run a fan, work on oven, or run a washing machine, we use wires made of metals such as copper or aluminum. See, both conductors of electricity and non-conductors or insulators of electricity are very important in using electricity, because we know that if we want to make use of any electric appliances like iron box, a fan, bulb, washing machine, mixie, grinder, such type of all those things which are working under electricity are used by or made by the electric wire, like iron wires or copper wires
or aluminum wires, because these are good conductors of electricity. And from the switch, if you switch on that, we have to plug on that, isn't it? So when we press on the switch, electricity will pass in through the copper wire or iron wire that has been inserted inside, and then electricity will pass to the mixie or grinder or to the whatever the appliances that we are using. എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ പറയുന്ന കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നമുക്ക് കറണ്ട് ഉപയോഗിക്കുന്നതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, എന്തെങ്കിലും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഏത് വസ്തു നമ്മൾ ഉപയോഗിക്കണമെങ്കിലും അത് നമുക്ക് കറണ്ടുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെ? എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അതായത് വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, TV, പിന്നെന്താ പറയേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള മറ്റ് ബൾബ്, ഫാന്, എന്തായാലും കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓരോ മെഷീനിലും അതില് ഈ പറയുന്ന കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് പ്ലഗിൽ നിന്നും ആ വസ്തുവിലേക്ക് കറണ്ട് എത്തിയാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. സോ പ്ലഗിൽ നിന്നും കറണ്ട് എത്തണമെങ്കിൽ വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെ? ആ വയർ, ദാറ്റ് വയേഴ്സ് ആർ മെയ്ഡ് ബൈ using copper wires or അലുമിനിയം വയർസ്. അലുമിനിയം വയറോ അല്ലെ കോപ്പറിന്റെയോ ഒക്കെ ആയിട്ട് ചെമ്പതകിടക്ക്. നിങ്ങളത് ഒരു ആരുടെങ്കിലും വീട്ടിലിപ്പോൾ മറ്റേ ഇതുണ്ടോ, ഒരു ചെറിയ കഷ്ണം വയറെടുക്കാനുണ്ടോ? നിങ്ങളുടെ അടുത്തെങ്ങാനും ഇലക്ട്രിക്, നമ്മൾ സാധാരണ സ്വിച്ചിന് പഴയത് കീബോർഡ് അല്ല എന്താ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ കറണ്ട് വയറിങ് ചെയ്താണെന്നതിൽ എന്തെങ്കിലും ചെറിയ പീസ് കഷ്ണം എടുക്കാനുണ്ടാവുമോ? Anybody is having? അഫ്രസ മോനെ ഇന്ന് ക്ലാസ് ഇല്ലടാ, രാവിലത്തെ മദ്രസ ക്ലാസ്. ഒന്നുമില്ല? ഓക്കെ, ശരി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുറെ സ്മോൾ വയേഴ്സ് കാണാം, ചെമ്പ് വയറുകളൊക്കെ കാണാം, അല്ലെ? അതെന്താ ജോയലിന്റെ കയ്യിൽ എന്താ ഉള്ളേ? അതെന്താ മിണ്ടാതിരിക്കുന്നേ? ഇലക്ട്രിക് വയർ ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് ആശാൻ മിണ്ടാതിരിക്കുക, അല്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ക്യാമറയുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന മോനെ. അതിന്റെ എഡ്ജ് അറ്റം കൊണ്ടുപോവാ. അത് കേബിൾ വയർ ആണെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ. വെരി ഗുഡ്. കാണാമോ നിങ്ങൾ? ജോയലിനെ കാണുന്നുണ്ടോ നിങ്ങള്? Can you see Joel, heaven and all? Yes. See that അതിന്റെ അറ്റത്ത് കുറെ വയറുകളുണ്ട്, അല്ലേ? മോനെ അത് എവിടെയെങ്കിലും കണക്ട് ചെയ്തേക്കുന്നതാണോ? അതെയോ? ആതിരയും കാണിക്കുന്നുണ്ട്. ഓക്കെ. അതിന്റെ അറ്റത്ത് ആതിര, അത് ചെറിയ പീസാണോ മോളുടെ കയ്യിലുള്ളത്? ജോയലിന്റെ കയ്യിലുള്ളത് സ്മോൾ പീസാണോ? പിന്നെ കണക്ട് ചെയ്തേക്കുന്നതാണോ? ജോയലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതാ മുത്തേ, ഈ പറയുന്നത് കേൾക്കുന്നില്ല. ഒന്നിന്റെ വീഡിയോ പോയല്ലോടാ മുത്തേ, ജോയലിന്റെ വീഡിയോ. അവിടെ ആതിര കാണിക്കുന്നുണ്ട്. ആതിരയുടെ കയ്യിലെ വയറ് ഇലക്ട്രിക് വയർ ഉണ്ടോ? ഓക്കെ. ജോയില് ഓഡിയോ ഓൺ ആക്കുമ്പോൾ വീഡിയോ പോകുന്നു തോന്നുന്നു. ഓക്കെ, ശരി. ആതിരയുടെ കയ്യിൽ ഒരു സ്മോൾ പീസ് ഉണ്ട്. ഓക്കെ ജോയിലെ, ആതിരയുടെ കയ്യിലെ പീസ് കാണുക. സോ ആതിര, അതിന്റെ അകത്ത് നോക്കിയാൽ കുറെ എത്ര സ്മോൾ പീസസ് ഉണ്ട് മോളെ? കുറെ ഇങ്ങനെ നൂല് പോലെ കുറെ എണ്ണം ഉണ്ട്, അല്ലേ? Can everybody see that? നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആതിരയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആതിര ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിന്റെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആതിര ചെയ്യുന്ന? ഓക്കെ. അതിൽ നിന്നൊക്കെ കുറെ പീസസ് ഉണ്ട്, അല്ലെ? See that wires, small pieces are the copper wires. അത് കോപ്പർ വയറുകളാണ്. ഈ കോപ്പർ വയറിലൂടെയാണ് ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ. ആ കോപ്പർ വയറിനെ കവർ ചെയ്ത് പുറത്തൊരു റെഡ് കളറിലുള്ള തിക്ക് വയറുണ്ട്, കാണുന്നില്ലേ? കാരണം ആ കോപ്പർ വയേഴ്സ് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് ദാറ്റ് റെഡ് കളർ ഔട്ടർ കവറിംഗ് ഈസ് എ ഇൻസുലേറ്റർ. നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന വയറിലൂടെ, ഉള്ളിലുള്ള കോപ്പർ വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. നമ്മൾ അതിൽ ടച്ച് ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കും. സോ
ഇത് ഷോക്ക് അടിക്കാതിരിക്കാനാണ് അതിന്റെ പുറത്ത് ഔട്ടർ കവറിംഗ് വേറെ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. അതാണ് അതിന്റെ കല്ല കവറിംഗ്. ചിലത് ബ്ലൂ ആയിരിക്കും, ചിലത് ഗ്രീൻ ആയിരിക്കും, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറിലുള്ള കവേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. One second. Yes, see, electric wire. Yes, now that Joel and Adra has shown us wires. See this. I think you can see properly. Clear ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നത്. See these two wires. ഈ കാണുന്ന വയറുകൾ, in between കാണുന്ന ഈ വയറുകൾ. Can you see this? ഈ വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾക്ക് ഈ വയറിലെങ്ങാനും അറിയാതെ നമ്മുടെ കൈ മുട്ടിപ്പോട്ട് നമുക്ക് ഷോക്ക് അടിക്കും. ഞാൻ പറഞ്ഞ പോലെ അയൺ ബോക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ വയേഴ്സിൽ എവിടെയെങ്കിലും പറയുന്ന ഇൻസുലേറ്റേഴ്സിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വയറുമായിട്ട് കോൺടാക്ട് ആകും. അപ്പൊ നമുക്ക് ഷോക്ക് അടിക്കും. സോ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന് ഔട്ടർ കവറിങ് കണ്ടോ, പല കളറിലുള്ള കവറിങ് ഇട്ടിട്ട്. അപ്പൊ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. നിങ്ങളുടെയൊക്കെ വീട്ടില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം ഇലക്ട്രിക് വർക്കൊക്കെ നിങ്ങളുടെ പേരൻസ് ഒക്കെ ചെയ്യുന്ന ബൾബൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു ഷോർട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വയറൊക്കെ കട്ട് ചെയ്തും ഈ വയറും മറ്റേ ജോയിൻ ചെയ്ത് തമ്മിൽ യോജിപ്പിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. Have you seen? See, this is a iron. Oh, sorry, iron not. Iron ഒക്കെ പാസ് ചെയ്യുന്നു, പക്ഷെ അയൺ ഉപയോഗിക്കാറില്ല. ഈ കോപ്പർ and aluminum are mainly used. So these wires are copper or aluminum wires. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇത് നമ്മൾ സാധാരണ എവിടെയെങ്കിലും ഒരു രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കണക്ഷൻ പോയിട്ടുണ്ടെന്നൊരിക്കൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, കറണ്ട് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേരൻസ് ഒക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എന്താ പറയുക ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ സ്റ്റാർ ഒക്കെ ഇടാറുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ട് സ്റ്റാർ ഒക്കെ ഇടാൻ വേണ്ടി നമ്മുടെ പ്ലഗ് കുത്തി വയറൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് if you want to join two wires they will just cut that. This one they will cut. ഈ പുറത്തുള്ള കവറിംഗ് ഔട്ടർ കവറിംഗ് കട്ട് ചെയ്തിട്ട് ഈ വയർ ഇങ്ങനെ നീളത്തിലെടുക്കും, എന്നിട്ട് മറ്റേതുമായിട്ട് ജോയിൻ ചെയ്തു. And in your house, if it is a new house or something like that, you might have seen this type of switch boards. നിങ്ങൾ ഇങ്ങനെ സ്വിച്ച് ബോർഡ്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിന്റെ പുതിയ വീടൊക്കെ ആണെന്നൊരിക്കലും ഇങ്ങനെ സ്വിച്ച് ബോർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഈ സ്വിച്ച് ബോർഡ്സ് ഒക്കെ എന്തിനാണ് കുത്തുമ്പോൾ ഇതെങ്ങനെ ഷോക്ക് അടിക്കുന്നത്? ഇവിടെ എല്ലാം കറണ്ട്, പക്ഷെ ഇതിന് ഔട്ടർ കവറിംഗ് ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഷോക്ക് അടിക്കാതെ വരുന്നത്. ഇതിൽ ഒരു പിന്ന് 2 പിൻസ് 3 പിൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഒരു പിന്നെ ഇതുമായിട്ട് ടച്ച് ചെയ്താൽ മറ്റത് നമ്മുടെ കയ്യിൽ എങ്ങനെ അറിയാതെ മുട്ടിപ്പോയാൽ നമുക്ക് ഷോക്ക് അടിക്കും. ഇതൊക്കെ ഷോർട്ട് വന്നിട്ട് ഇതൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള പല ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇങ്ങനെ ഓവർ ഇത് വന്നിട്ട് നമ്മൾ കത്തിപ്പോകും, അതിന്റെ ഓവർലോഡ് ഒക്കെ വന്നിട്ട്. ഓക്കെ, സോ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? Both conductors and insulators are very important in using electricity, because if you want to pass the electricity to appliances or any instrument, we should need conductors. That may be copper wires or aluminum wires. And we know that there should be conductors also.
Because if there is no conductor, what would happen? We will get a shock if we touch that and all, isn't it? So it will be completely covered. നമുക്കറിയാം നിങ്ങളുടെ വീട്ടിലെ പഴയ ഇലക്ട്രിക് വയറിന്റെ എന്തെങ്കിലും അയൺ ബോക്സിന്റെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫാനിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും പൊട്ടിയതൊക്കെ ഉണ്ടെന്നൊരിക്കലും എടുത്ത് നോക്കുക. പക്ഷെ ഒരിക്കലും പ്ലഗെ കുത്തിവെച്ചിട്ട് നിങ്ങൾ നോക്കരുത്. ചുമ്മാ ഇങ്ങനെ നോക്കിയാൽ മതി. പാതിരി എടുത്ത പോലെ കയ്യിൽ എടുത്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അല്ലാതെ എവിടെയെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എടുത്തേക്കല്ലോ കേട്ടോ, ഷോക്ക് അടിക്കും. പിന്നെ നോക്കാൻ പോയതൊന്നും പറഞ്ഞേക്കില്ല, ഷോക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് ഷോക്ക് അടിച്ചതായി പോകും. ഓക്കെ. However, we cannot use bare wires as this would be dangerous. A bare wire carrying current can give you an electric shock. So, നമുക്ക് എന്ത് വേണം? കണ്ടക്ടേഴ്സും വേണം. സോറി, കണ്ടക്ടേഴ്സ് വേണം, ഒപ്പം നമുക്ക് ഇൻസുലേറ്റേഴ്സും വേണം. Otherwise, it is very dangerous. We will get shock. And here, see this page 155. ഒരു ചിത്രം തന്നിട്ടുണ്ട് ലാസ്റ്റ്. എന്ത് ചിത്രം അത്? പേജ് 155 ലാസ്റ്റ് പിക്ചർ. What picture is that? അതൊരു ഹീറ്റർ അല്ലേ? അത് മറ്റേ ഇതല്ലേ, കെറ്റിലല്ലേ? കെറ്റില്. ലാസ്റ്റ് പിക്ചർ I am asking, last one. സിഗ്നൽ കാണിക്കുന്നുണ്ട്. Yes. Where have you seen this? മറ്റേ ഇതില്ലേ പെട്രോൾ ഒക്കെ കൊണ്ടുപോകുമ്പോ. പക്ഷെ ഏതിന്റെ കാര്യം പറയുന്നത്? പേജ് 155 ലാസ്റ്റ് പിക്ചർ. അത് ഈ കണ്ടക്ടറിന്റെയും നോൺ കണ്ടക്ടറിന്റെയും ഫോട്ടോ അല്ലേ? No, next picture, last one. This picture. Caution. Caution. Okay. What is the meaning of that? അതവിടെ ഡേഞ്ചർ സോൺ ആണ്. It's very dangerous. Yes. അത് നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ആവുമെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇതെവിടെ കണ്ടിട്ടില്ല? കൂടുതലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. നമുക്ക് പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറിന്റെ അടുത്ത്, പിന്നെ ഹൈ ലെവൽ ഇലക്ട്രിസിറ്റി പാസിംഗ് ഏരിയയിലൂടെ. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഒക്കെ വീട്ടിൽ സാധാരണ നമുക്ക് മാക്സിമം വന്നാൽ ഒരു വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെയാണുള്ളത് അല്ലെ. പക്ഷെ നമ്മൾ if you go to a factory and all, or if you go to a mill and all, they need a high level electricity. നല്ല 3 phase ഒക്കെ ആയിട്ടുള്ള കറണ്ട് ആവശ്യമാണ്. നമ്മളെപ്പോലെ കുറച്ച് പോരാ അല്ലെ. നമുക്കൊരു വാഷിംഗ് മെഷീനോ അയൺ ബോക്സോ അല്ലെങ്കിൽ മിക്സിയോ ഫാനോ ഒക്കെ വർക്ക് ചെയ്യാൻ അത്രയ്ക്കത്രേ ആവശ്യമുള്ളൂ. പക്ഷെ ആ ഇലക്ട്രിസിറ്റി പോരാ. നമുക്കറിയാം ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മില്ലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കടകളിലൊക്കെ വലിയ ഇതിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അല്ലെ. സോ ദേ നീഡ് 3 phase ലെവൽ ഇലക്ട്രിസിറ്റി ആണുള്ളത്. സോ അതിന്റെ ആ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തൊക്കെ ഈ ചിത്രം കാണും, indicating that it is very dangerous. So what we have to do, we have to handle it very carefully. എന്നൊക്കെയുള്ള മീനിങ്ങിലാണിത്. Electricity can be dangerous if not handled properly. An electric shock can even lead to death. മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും മീൻസ് ഓഫർ നമ്മൾ കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പിന്നെ ഷോക്ക് അടിച്ച് മരിച്ചു ഡിഫറെന്റ് വേയിൽ. അത് ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ഷോക്ക് അടിച്ച് മരിക്കാം, നമ്മളുടെ വർക്ക് ഏരിയയിലൊക്കെ ആയിരിക്കാം, എന്നുവെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന ഫീൽഡിലൊക്കെ ആയിരിക്കാം. പിന്നെ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ KCB ഇലക്ട്രിസിറ്റി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആള് ലൈൻമാൻ ഒക്കെ അവരൊക്കെ പോയിട്ട് റിപ്പയർ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കറണ്ട് വന്ന് ഷോക്ക് അടിച്ച് മരിച്ചിട്ട് നമ്മൾ ഒരുപാട് വാർത്ത കേൾക്കാറുണ്ട് അല്ലെ. ഓക്കെ. In electric substance and transmission lines, the electric voltage is very high. So, an electric shock at these places can be even more dangerous. To warn people of the danger, writing caution is not enough, as people do not give much attention to written signs. Okay. If there is more electricity power is there, and it is dangerous, if they have written dangerous or caution, if they have written that much only, means people will not pay more attention for that. So ഇങ്ങനെ ഒരു കോഷനോ അല്ലെങ്കിൽ ഡേഞ്ചറസ്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല, അത്ര അതിന് പ്രാധാന്യം കൊടുക്കില്ല.
അത്ര ഇമ്പോർട്ടന്റ് അല്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? Also, some people may not be able to read the message. You know that everybody knows, everyone may not be knowing to read and write and all. Are all people illiterate? Sorry, illiterate? Are all people illiterate? അല്ല, എല്ലാവർക്കും എഴുതാനൊന്നും വായിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ പല ആൾക്കാർക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ആൾക്കാരും ഉണ്ട് താനും അല്ലെ. എന്നാൽ പോലും അതുകൊണ്ട് തന്നെ for a symbol of skull and bones as shown here is used to warn people of the danger. So caution എഴുതിയിട്ടുണ്ടാകും ഇതിന് താഴെ. പക്ഷെ അതിനേക്കാൾ കൂടുതലും ഈ സ്കല്ലിന്റെയും 2 ബോൾസ്, ഇങ്ങനെ 2 ബോൾസ് കൂടെ വെച്ചിരിക്കുന്നതിന്റെ ഒരു സൈൻ ബോർഡ് ഉണ്ടാകും. മിക്കവാറും നിങ്ങൾ എവിടെ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ അടുത്ത് പോയെന്ന് എല്ലായിടത്തും കാണാൻ പറ്റും അല്ലെ. പിന്നെ ഈ പറയുന്ന നമ്മളുടെ വലിയ ഒരു രീതിയിലുള്ള കറണ്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ if you go to a mill or factory and all, you can see means 3-phase കറണ്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ഇലക്ട്രിക് സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സിമ്പിൾ സൈൻ ബോർഡ് കാണാം നിങ്ങൾക്ക്. 1 skull and 2 bones capitalized crosswords. Okay. Electricity at home, even if generated by a small generator, is dangerous. You should never conduct experiments with household electric connections, wires or sockets. Electricity from cells is safe and you can experiment with it. Okay. So, here, as I said, at home we are not using much of electricity. But we never should conduct an experiment with the household electrical connections. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും പാടില്ല. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും വീട്ടിലെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അതിനൊരു പാളിച്ചു വന്നാൽ we will get shock. So instead of that we have to use the cells. എന്ന് വെച്ചാൽ ബാറ്ററികൾ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞില്ലേ ബാറ്ററിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാവുന്നത്. അങ്ങനെ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള experiments only we have to do. Otherwise what will happen? We may get a shock. So it is not at all safe to use the household electricity to do experiments and all. Instead we have to use the cells. Cells means here batteries to do the experiments. അതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും കറണ്ട് വെച്ചിട്ട് നമ്മുടെ എക്സ്പെരിമെന്റ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച പറ്റിപ്പോയെന്നാൽ നമ്മൾ ഷോക്ക് അടിച്ച് മരിച്ചു പോകും. മനസ്സിലായോ? നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്യാൻ കാണുമായിരിക്കും. നിങ്ങൾ പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്താണ് പ്രവൃത്തി പരിചയമേള അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മത്സരങ്ങളൊക്കെ വരുന്നുണ്ട്. ജില്ലാതലത്തിലും ഉപജില്ലാതലത്തില് സ്കൂൾ തലത്തിലൊക്കെ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് അറ്റ് ഓൾ യൂസിങ് ഇലക്ട്രിസിറ്റി. What they were using instead of electricity, cells. So it is safe. നമുക്ക് ഇപ്പൊ നമ്മളൊരു മെഷീൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് കാണിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രവർത്തിച്ച് കണ്ടാൽ മതി. അതിന്റെ മോഡലാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ വലിയ മെഷീൻ അല്ല പ്രവർത്തിക്കുന്നത്, അതിന്റെ മോഡലാണ് കാണിക്കുന്നത്. സോ നമുക്ക് അത്രയ്ക്ക് ആവശ്യം കറണ്ട് ചാർജ് ആവശ്യമായിട്ടുള്ളൂ. That will get from a cell 1 or 2, 3. How many if we need all know. But never should use electric current for doing experiments. And also another thing, we never should play with the electrical items. Some children, now you people are big ones. You have grown up little bit. But small children, they will just simply switch on it, off it, on it, off it, like that. What they will do. Sometimes it may also lead to get a shock and all. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വെച്ച് കളിക്കാൻ പാടില്ല. അയൺ ബോക്സ് ഒക്കെ നമുക്കറിയാം നല്ല ഷോക്ക് അടിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വെച്ച് ചെയ്യാൻ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ്, നിങ്ങളുടെ എല്ലാ വീട്ടിലും മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഫ്രിഡ്ജ് കാണും. ഈ ഫ്രിഡ്ജ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വി ഹാവ് ടു സ്വിച്ച് ഓഫ് ദ ഫ്രിഡ്ജ് ആൻഡ് ദെൻ ഓൺലി വി ഹാവ് ടു ക്ലീൻ ഇറ്റ്. എന്താ ചില ആൾക്കാർ എന്താന്ന് വെച്ചാല് സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കാതെ അതിന്റെ ഉള്ളിൽ ബൾബ് ഉണ്ടല്ലോ, അപ്പൊ വെളിച്ചം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മള് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. ചില അമ്മമാരൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാല് കറണ്ട് കൂടുതലാ. അത്രയും തണുപ്പ് പുറത്തോട്ട് പോകുമ്പോ കറണ്ട് കൂടുതലാ. പക്ഷേ
വേറൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ഒരു ഷോർട്ട് അതിനകത്ത് നമുക്കറിയാം, നമ്മള് പാത്രമൊക്കെ വെക്കുന്ന സാധനം എന്താണ്? ഒരു കോട്ടിംഗ് ഒക്കെ വന്നിട്ട് ഇരുമ്പിന്റെ സാധനം തന്നെയാണ് അല്ലെ? അല്ലെ തന്നെ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. സോ നമ്മളൊരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 2 or 3 minutes, മാക്സിമം 5 minutes. ദാറ്റ്സ് ഓൾ ഇറ്റ്. അത്ര തണുപ്പല്ലേ പോവുള്ളൂ. ഷോക്ക് അടിച്ച് മരിക്കുന്നേക്കാളും ഭേദം അത് തന്നെയല്ലേ? സോ ബെറ്റർ ഡു ലൈക്ക് ദാറ്റ്. നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ കുറച്ച് ഒരു ഭാഗം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡേഞ്ചർസ് ഉണ്ടാക്കാൻ സാധ്യത. പക്ഷെ എല്ലാ ഫ്രിഡ്ജും അങ്ങനെയാണെന്നല്ല ഓട്ടോ ഉദ്ദേശിച്ചത്. ഇഫ് ദർ ആർ എനി ഷോർട്ട്സ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. Okay, we'll continue in the next class. Only 2 more minutes are left. Okay, bye then.